ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോ ചെയ്താലോ? ഞാൻ ബാലൻസ് ഒന്നും ഒരു നെറ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസാണ്. അതിലേക്ക് ജസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് സീക്വൻസും പേളും ആണ്. പേൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വൈറ്റ് ബീഡ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇത് ഇതുപോലെ ജസ്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ട് സൈഡിലേക്ക് കുറച്ച് ബീഡ്സ്, വൈറ്റ് ബീഡ്സ്. ഇത് കളർ ബീഡ്സ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ട് കളർ സീക്വൻസ് ആണ് കൊടുക്കുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലും ഈക്വലായിട്ട് സെൻറ്ററിൽ വെക്കൽ, രണ്ട് സെൻറ്ററിൽ നിന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് കുറച്ച് സീക്വൻസ് പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത് ഈ നെറ്റിൽ കൂടെ പുറത്ത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ വൈറ്റും പിങ്കുമാണ് കൊടുത്തത്. എൻ്റെ കയ്യിൽ യെല്ലോ ഉണ്ടായിരുന്നു. യെല്ലോ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എടുത്ത് നിൽക്കുമെന്ന് പറയുന്നത് ഞാൻ യെല്ലോ കൊടുത്തില്ലായിരുന്നു. ഈ രണ്ട് കളറും കൊടുത്തു. അതിനുശേഷം രണ്ട് സൈഡിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരുപോലെ കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് മടക്കിയെടുക്കുക. അത് ഇതുപോലെ. അതിനുശേഷം നമ്മളിത് സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെന്ത് പറയുക, ഇത് നമ്മളകത്ത് ബീഡ്സൊക്കെ അല്ലേ ഇട്ടിരിക്കുന്നത്, ഇത് മിക്സ് ആവാതെ ശ്രദ്ധിക്കേണ്ടത്. രണ്ട് സൈഡിലുള്ളത് മിക്സ് ആവാതെ അതിന് വേണ്ടി സെൻറ്ററിലൊന്ന് മടക്കിയിട്ട് നമ്മളൊരു അലിഗേറ്റർ ക്ലിപ്പ് കൊണ്ട് രണ്ട് സൈഡും താഴെയും മേളിലും കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൊടുക്കുക. നമുക്കിത് ബീഡ്സ് ആയതുകൊണ്ട് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതുപോലെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ ബീഡ്സ് എല്ലാം അകത്തേക്ക് അങ്ങ് പൊക്കോളും. ഇനി ഇത് എടുക്കുമ്പോൾ സെൻറ്ററിൽ മിക്സ് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് അങ്ങനെ ആവുമെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പിൻ ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി ഇതിന് ഒന്ന് ജസ്റ്റ് ഹെയർ ബോ മടക്കുന്ന പോലെ മടക്കാം, അല്ലെങ്കിൽ നൂല് കൊണ്ട് സൂചി കൊണ്ട് നമുക്കൊന്ന് കോർത്ത് വേണമെങ്കിൽ ചെയ്യാം. ഏതാണ് എളുപ്പം അതുപോലെ ചെയ്താൽ മതി. ഞാനിതുപോലെ നമ്മളെ പ്ലേറ്റില്ലേ എപ്പോഴും ആദ്യത്തേത് അകത്തേക്ക് നിൽക്കണം. ഇതുപോലത്തെ ഫോൾഡിങ് ആദ്യത്തെ അകത്തേക്ക് പോവുക. അതിനുശേഷം നമ്മൾ സാരിയുടെയൊക്കെ പ്ലീറ്റ് എടുക്കത്തില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കുക. എപ്പോഴും സ്റ്റാർട്ടിങ്ങിലെ എൻഡിലും ബാക്കിലോട്ട് നിൽക്കുക. ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ടിലോട്ട്, ഏതെങ്കിലും മാക്സിമം ബാക്കിലോട്ട് നിർത്തുന്നതാണ് അത് ഏറ്റവും ഭംഗി. അതാകുമ്പോൾ ആ ഫോൾഡിങ് കറക്റ്റ്. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു പ്ലേറ്റ്സ് ഇല്ലേ, ആ ഒരു ഇത് മടക്ക്, അതെല്ലാം ഒന്ന് നല്ല കറക്റ്റായിട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എടുത്തിങ്ങനെ നിൽക്കും, പെർഫെക്റ്റായിട്ട് നിൽക്കും കേട്ടോ. ഇതാണ് ഈ ഒരു ബോ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതുപോലെ ആ ഒരു പെർഫെക്ഷനായിട്ട് നമ്മൾ എടുക്കുന്ന ഫോൾഡിങ്സ് ഇല്ലേ, അതിനൊന്ന് കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നൂല് കൊണ്ടൊന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സൂചി നൂലില്ലേ അതുകൊണ്ട് ജസ്റ്റ് കോർത്തെടുത്താലും മതി. ആ സെൻറ്റർ ഒന്ന് കോർത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ്, ഭയങ്കര രസമാണ് കേട്ടോ. ഇത് പല കളറിൽ ചെയ്തെടുക്കാം. വൈറ്റിൽ നമുക്ക് പല ഡിഫറെൻറ്റ് കളർ ബീഡ്സും സീക്വൻസും ഒക്കെ കൊടുത്ത് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പം തന്നെ ആ ഒരു വൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ പുറത്തേക്ക്. ഇത് വേറെ കളേഴ്സ് ഇപ്പം ബ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ സ്കൈ ബ്ലൂ അങ്ങനെയുള്ള കളറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇനി സെൻറ്ററിലേക്ക് ഞാൻ എന്താ പറയുക, ഈ ഷീറ്റ് നമുക്ക് ഇതിൻ്റെ ഷീറ്റ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അതിനിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് എന്താ പറയുക ഒട്ടിച്ചു കൊടുക്കാം. സെൻറ്ററിലേക്ക് ഒന്ന് ജസ്റ്റ് ആ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തിട്ട് ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചങ്ങ് എടുക്കുക. ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് എന്താ പറയുക ഫിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ അതിൻ്റെ ഒരു സെൻറ്ററിലൊരു ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇത് സാധാ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാലും നിൽക്കും കേട്ടോ. നല്ല നീറ്റായി. ഇനി പുറകിലേക്ക് ഒന്നുമില്ല, നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തതിന് ശേഷം എന്താ പറയുക, ഒരു ചെറിയൊരു പീസ്, ഇത് വൈറ്റ് ആയാലും കുഴപ്പമില്ല. വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ നമ്മൾ ഹെയറിൽ വെക്കുമ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് മിക്കവരും ബ്ലാക്കാണ് പറയുന്നത്. ഞാനും കൂടുതൽ ബ്ലാക്കാണ് യൂസ് ചെയ്യാറ്. വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് നമുക്കത് പുറത്തറിയാൻ പറ്റത്തില്ല. അതിനുശേഷം അതിലേക്ക് അലിഗേറ്റർ ക്ലിപ്പ്. ഇനി അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കതിൽ ഫിക്സ് ചെയ്യാം. ഞാൻ കവർ ചെയ്യാതെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ ആണ്. ഇനി നമ്മുടെ സെൻറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പുറത്തേക്ക് നിൽക്കുന്ന ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താലും മതി. അത് വളരെ എന്താ പറയുക നീറ്റായിട്ട് ഇരിക്കും. ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ നെറ്റാണ്, അത് ഉരുകാതെ ശ്രദ്ധിച്ചുകൊള്ളുക. നോക്കിയേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.